ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നോൺ ഡിഫെൻസീവ്നെസ്. ഇന്നലെ ഡിഫെൻസീവ്നെസ് എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ അത് ചെയ്യാതിരിക്കണം എന്നുള്ളൊരു മെത്തേഡ്സ് മൈൻഡ് സെറ്റിലേക്കാണ്. നമ്മൾ ബേസിക്കലി ഇത് മനസ്സിലാക്കി വയ്ക്കുക. അതായത് ഒരാൾ ഡിഫെൻസീവ് ആകുന്നുണ്ടെങ്കിൽ അത് അയാളുടെ തോട്ട് പ്രോസസ് അകത്ത് അല്ലെങ്കിൽ നാർസിസിസ്റ്റിക് ആവും. അയാൾ വിചാരിക്കുന്നത് അയാളുടെ കാര്യത്തെ പറ്റിയാണ് പറയുന്നത് എന്നുള്ളതാണ്. ഒരു നിർബന്ധം വരെ ഉള്ളവരെ നമ്മൾ ലേസി എന്ന് പറയുമ്പോൾ ഇരിക്കുന്ന രസമാണ്. നമ്മൾ അവരുടെ ഹാർഡ് വർക്കിങ്ങിനെ നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നോൺ ഡിഫെൻസീവ് അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഓപ്പൺ ആകുക. നമ്മൾ ഒരാളെ ചീറ്റ് ചെയ്യുന്നു വിചാരിച്ചു, എക്സ്ട്രീം കേസ് ചീറ്റ് ചെയ്തെങ്കിൽ നമ്മളെ ആൾ കണ്ടുപിടിച്ചു എങ്കിൽ നമ്മൾ അപ്പോഴേ പറയാം, യെസ് ഞാൻ ചീറ്റ് ചെയ്തു, എനിക്കറിയാം നിങ്ങൾക്ക് ഇത്ര വിഷമം തോന്നുന്നുണ്ട്, നിങ്ങളുടെ സ്ഥാനം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എന്നോട് ക്ഷമിക്കാം. ഒന്നെങ്കിൽ ക്ഷമിക്കാൻ പറയാം, അല്ലെങ്കിൽ പറയാം ഇനി മേലെ ഇത് ആവർത്തിക്കാം. വിയേർഡാണ് വൺ പോയിന്റ് ഓഫ് വ്യൂ, ഭയങ്കര വിയേർഡാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊത്തിരി ബെഗ് ചെയ്യണം എന്നാവശ്യമില്ല. നമ്മൾ അവരുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് വിചാരിച്ചാൽ മതി. അപ്പം അവർക്ക് നമ്മൾ ചീറ്റ് ചെയ്യുന്നത് അവർക്കൊരു റോങ് ആയിട്ട് ഫീൽ. നമ്മൾ ആ റോങ് ആയിട്ടുള്ള ഫീലിങ്ങിനെ മാറ്റിയാൽ മതി. അതെങ്ങനെ മാറ്റും? ത്രൂ വേർഡ്സ്, ബോഡി ലാംഗ്വേജ്. നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആവും. നമ്മൾ ചീറ്റ് ചെയ്തത് കണ്ടുപിടിച്ചെങ്കിൽ സാധാരണ ആൾക്കാർക്ക് തന്നെ പറ്റുന്നു. സാധാരണ ആൾക്കാർ ഭയങ്കരമായിട്ട് വെപ്രാളം കൊള്ളാറാണ് പതിവ്. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിന് വരും ഭയങ്കര റിലാക്സ്ഡ് സ്മൂത്തായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിന് ഇയാളെന്നെ ഇത്ര കോൺഫിഡൻറ്റ്, എന്താ ട്രിക്കെന്ന് നമ്മൾ ആലോചിച്ചു. പക്ഷെ നമുക്കറിയാം അവിടുത്തെ ആകെയുള്ള ട്രിക്ക് എന്ന് പറയാൻ മാത്രമുള്ളത് അയാൾക്കൊരു ചെയ്തുമില്ല. കാരണം വെച്ചാൽ അയാളുടെ റിയാലിറ്റി മാറുന്നില്ല. അത് നമ്മൾ എക്സ്റ്റേണൽ ഫാക്ടർ കൊണ്ടല്ല മാറുന്നത്, എന്ന് അയാളുടെ മൈൻഡ് കൊണ്ട്. ഒരാൾ നമ്മളെ റോങ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് അയാളുടെ മൈൻഡ് സെറ്റിനകത്ത് ഉള്ള ഒരു ഘടകം. ഒരാളുടെ ട്രൂത്ത് അല്ല വേറൊരു ട്രൂത്ത്. നമ്മളപ്പോൾ ബേസിക്കലി അതിനകത്ത് ഉൾക്കൊള്ളേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ റിയാലിറ്റി ഒരിക്കലും വേറൊരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എന്നുവെച്ചാൽ നമ്മൾ മോഷണം തന്നെ പല രീതിയിൽ ആൾക്കാരെടുക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ റിയാലിറ്റിയിൽ ചിന്തിക്കണം. നമ്മൾ അവരെന്ത് ഉദ്ദേശിക്കണം, അവരുടെ ഡിസയേഴ്സ് നമ്മൾ ആസ് ലോങ് ആസ് നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നു ആ പ്രശ്നം അവിടെ ചെയ്യും. നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. അതിന് നമ്മളത് തിങ്ക് ചെയ്യണം. അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, അവർക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്, നമുക്കത് മനസ്സിലാക്കുമ്പോൾ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ നാർസിസിസ്റ്റിക്കാണ്. കാരണം നമ്മൾ നമ്മുടെ കാര്യം മാത്രം അത് പാടില്ല. സൈക്കോപാത്തിക് ആവണമെന്ന് ഞാൻ പറയാം, സോഷ്യോപാത്തിക് ആവരുത്.